തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ള ഇവിടെ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അഭിലാഷ് പിള്ള, ഇന്ത്യയുടെ മത്സരങ്ങളൊക്കെ എപ്പോഴും കാണുന്നതെന്ന് എനിക്കറിയാം. എങ്കിൽ പോലും ഇന്ന് ടോസ് നേടി ഇന്ത്യ പാകിസ്ഥാനെ ബാറ്റിങ്ങിന് അയച്ചിരിക്കുകയാണ്. ഹാർദിക് പാണ്ഡ്യ ഇല്ല എന്നുള്ളത് മാത്രമാണ് ഇന്ത്യക്ക് ഒരു അല്പം ഒരു നേരിയ ആശങ്കയുള്ളത്. പക്ഷേ അത് മറികടക്കാൻ ഈ ഇന്ത്യൻ സംഘത്തിന് കഴിയുമെന്നുള്ള വിശ്വാസമില്ലേ? പിന്നെ തീർച്ചയായിട്ടും. കാരണം ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനപ്പ് നല്ലതായിട്ട് തന്നെ ഇന്ത്യ ചേസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ഗുണം ചെയ്യുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഹാർദിക് പാണ്ഡ്യ ഇല്ലാന്ന് ഈ ഒരു സീരീസിൽ ഇതുവരെ എല്ലാ കളികളും നന്നായി കളിച്ചൊരു പ്ലെയർ ഇല്ലാത്തത് നമുക്ക് ചെറിയൊരു വിഷമം ഉണ്ടെങ്കിലും അതിനെ മറികടക്കാനുള്ള ഒരു സ്ട്രോങ് ലൈനപ്പ് നമുക്കുണ്ട്. അപ്പൊ എന്തായാലും ഈ ടൂർണമെന്റ് തന്നെ ഇത് മൂന്നാമത്തെ തവണയാണ് ഇന്ത്യ പാകിസ്ഥാൻ നേരിടുന്നത്. അപ്പം നമുക്കറിയാം കഴിഞ്ഞ 2 തവണയും നമ്മൾ എങ്ങനെയാണ് ആധിപത്യം സ്ഥാപിച്ചത്. അപ്പൊ ഉറപ്പായിട്ടും ഇന്ന് കപ്പ് നമ്മൾ അടിക്കുമെന്നുള്ള വിശ്വാസം ഉണ്ട്. ഓക്കെ അഭിലാഷ്, ഈ മത്സരങ്ങളെല്ലാം കണ്ടപ്പോൾ ആരായിരുന്നു ഫേവറേറ്റ്? സ്വാഭാവികമായിട്ടും അഭിഷേക് ശർമ്മ എന്നായിരിക്കും പറയാ അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇത്തവണ ഈ ഭയങ്കര സർപ്രൈസ് ആണ്. എല്ലാ കളികളിലും അയാളുടെ ഒരു ബാറ്റിംഗ് പരിപാടി ഭയങ്കരമായിട്ട് വർക്കായി. ഇപ്പൊ കഴിഞ്ഞ കളിയിലാണെങ്കിലും അതിന് മുന്നത്തെ ഇന്ത്യക്ക് വേണ്ടി പാകിസ്ഥാനെ കളിച്ചപ്പോഴായാലും ഒക്കെ എന്താ പറയാ, നമുക്കൊരു പുതിയ സ്ട്രോങ് ഇന്ത്യൻ ടീമിനെ കിട്ടിയൊരു ഫീലായി. കാരണം നമ്മുടെ മെയിൻ പ്ലെയേഴ്സ് ആരും ഇല്ല അങ്ങനെയുള്ളവരെ. അതിനുശേഷം വന്ന ഇപ്പോഴത്തെ ഒരു ടീമിൽ എനിക്ക് തോന്നുന്നു അഭിഷേക് വന്നപ്പോഴത്തേക്ക് ആ ഓപ്പണിംഗ് ലൈനപ്പ് പഴയ സേവാഗിന്റെയും അല്ലെങ്കിൽ പണ്ട് നമുക്ക് കുറെ ഫേവറേറ്റ് ഓപ്പണേഴ്സ് ഉണ്ടായി, ഇപ്പൊ രോഹിത് ആയാലും എല്ലാം. അപ്പൊ അവരുടെ ഒരു അഭാവത്തിൽ ഇന്ത്യൻ ടീമിനെ അത്രയും സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഓപ്പണറെ കിട്ടി. അതൊരു വലിയൊരു എന്താ പറയുക, ഈ ജനറേഷനിൽ ഏറ്റവും ഒരു പ്ലെയർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. മേബി ഇനിയും ഇന്ത്യൻ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കപ്പാസിറ്റി ഉള്ള ഒരു പ്ലെയർ ആയിട്ട് ഫീൽ ചെയ്തു. റൈറ്റ്, താങ്ക് യു സോ മച്ച് അഭിലാഷ് പിള്ള. എന്തായാലും ആശംസകൾ അറിയിച്ചതിന് നന്ദി. മിന്നു, ഈ നമ്മളെന്തായാലും ഈ ബാറ്റിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മളുടെ പ്രിയപ്പെട്ട സഞ്ജു വി സാംസൺ ഉണ്ടല്ലോ, സഞ്ജു വി സാംസണിനെ ഏത് പൊസിഷനിൽ ഇറക്കണം എന്നാണ് മിന്നുവിൻ്റെ ആഗ്രഹം? കാരണം സഞ്ജുവിൻ്റെ ഒരു ജെന്യൂൻ പൊസിഷൻ അല്ല ഇപ്പോൾ നിലവിലുള്ളത്. മിഡിൽ ഓർഡർ ബാറ്ററിനേക്കാൾ നല്ലത് അദ്ദേഹം ഓപ്പണറായിട്ടോ വൺ ഡൗൺ ആയിട്ടോ എത്തുന്നതാണ്. മിന്നു എങ്ങനെയാണ് സഞ്ജുവിനെ നോക്കിക്കാണുന്നത് ബാറ്റിംഗ് പൊസിഷനിൽ? എന്നെ സംബന്ധിച്ച് അങ്ങനെ എക്സാക്ട് പൊസിഷൻ എന്നൊക്കെ അത് അതിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയാനുള്ള ഒരു ആളല്ല ഞാൻ. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ സഞ്ജു ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് എടുത്തു പറയാനുള്ളത്, നമ്മൾ കണ്ടിട്ടുണ്ട് സഞ്ജു ചേട്ടൻ ടോപ്പ് ഓർഡറിൽ കളിക്കുന്നതാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. ഓപ്പണിംഗ് അതേപോലെ 1, 2, 3 ഒക്കെ കളിക്കുന്നതാണ് നമ്മൾ കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ റീസെന്റ് മിഡിൽ ഓർഡറിൽ കളിച്ച് ഗംഭീര പെർഫോമൻസ് വന്നതും നമ്മൾ കണ്ടു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ ഏതൊരു സിറ്റുവേഷനിലും ഏതൊരു സാഹചര്യത്തിലും ഏത് ഓർഡറിൽ വന്നു കഴിഞ്ഞാലും സഞ്ജു ചേട്ടന്റെ കളി കളിക്കാൻ അറിയാം എന്നത് തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും അവസരം കിട്ടണം എന്ന് മാത്രമാണ് എൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഉള്ളൊരു ആഗ്രഹം. സഞ്ജു ചേട്ടന് അവസരം കിട്ടട്ടെ. കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നല്ല രീതിയിൽ തന്നെ സഞ്ജു ചേട്ടൻ ഉപയോഗിക്കാൻ അറിയാമെന്നും ഞാൻ വിശ്വസിക്കുന്നു. റൈറ്റ്, മിന്നു സൂചിപ്പിച്ചതിനാണ് പ്രധാനപ്പെട്ട കാര്യം. ഡോക്ടർ അജിത് കുമാർ, നമ്മൾ നേരത്തെ ഈ ടെലിവിഷൻ ചർച്ചയ്ക്കിടെയല്ല, അതിനു മുമ്പ് ഫോണിൽ സംസാരിച്ചപ്പോൾ ഡോക്ടർ അജിത് കുമാർ പറഞ്ഞിരുന്നു ഈ അഭിഷേക് ശർമ്മയുടെ ബാറ്റിംഗ് കണ്ടാൽ അതിൽ വീരേന്ദർ സെവാഗിനെ ഓർമ്മിക്കുന്നു എന്നുള്ളത്. അത് തീർച്ചയായിട്ടും എന്താണ് ഈ ഒരു വീരേന്ദർ സെവാഗാണോ ഇനി ഒരു മിക്സ് ആണോ കണ്ടത്? വീരേന്ദർ സെവാഗ് പ്ലസ് ഒരു ഗാംഗുലി സ്റ്റൈൽ ഓഫ് അറ്റാക്ക്, അങ്ങനെ എന്താണ് തോന്നിയത്? അല്ല, സേവാഗിനെ ഓർപ്പിക്കുന്നത് നമ്മളിപ്പോ 2011 ലോകകപ്പ് ഒന്ന് എടുത്തു നോക്കിയാൽ ഇന്ത്യ ഒരുവിധം എല്ലാ മാച്ചസിലും ടോസ് വിൻ ചെയ്ത് ബാറ്റിംഗ് ചെയ്തു. എല്ലാ മാച്ചിലും ഫസ്റ്റ് ബോൾ സേവാഗ് ബൗണ്ടറി അടിച്ചു. ആ ഒരു ഫസ്റ്റ് ബോൾ ബൗണ്ടറി തന്നെ ടീമിന്റെ ആത്മവിശ്വാസമാണ് വർദ്ധിക്കുന്നത്. ബോളറിന്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ വിചാരിച്ചു ആദ്യം ബംഗ്ലാദേശിന്റെ മാച്ചിൽ അദ്ദേഹം 175 എടുത്തപ്പോഴും ആദ്യത്തെ ബോൾ ബൗണ്ടറി, അടുത്ത ഇംഗ്ലണ്ട് ആയിട്ടുള്ള മത്സരത്തിൽ അദ്ദേഹം 118 എടുത്തപ്പോഴും ആദ്യത്തെ ബോൾ ബൗണ്ടറി. എല്ലാ മത്സരങ്ങളും ഓസ്ട്രേലിയൻസിനും ഫസ്റ്റ് ബോൾ ബൗണ്ടറി. ആകെ പാകിസ്ഥാനിൽ മാത്രം അദ്ദേഹം ഫെയിൽ ചെയ്തുള്ളൂ. ബാക്കി എല്ലാ മത്സരത്തിലും ഫസ്റ്റ് ബോൾ ബൗണ്ടറി. ഇതാണ് എനിക്ക് ഓർമ്മ വന്നത്. അഭിഷേക് തന്നെ ഇപ്പൊ ചെയ്തിരിക്കുന്നത് പാകിസ്ഥാനായിട്ടുള്ള ഫസ്റ്റ് ബോൾ ബൗണ്ടറി, രണ്ടാമത്തെ മത്സരത്തിൽ ഫസ്റ്റ് ബോൾ സിക്സർ. അപ്പം ഫസ്റ്റ് ബോൾ മുതല് ഒരു അഗ്രസീവ് ആയിട്ട് ഇതുവരെ ഒരു ഇന്ത്യൻ ക്രിക്കറ്റിൽ നമ്മൾ കണ്ടിരിക്കുന്നത് സേവാഗിനെയാണ്. സേവാഗിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് ആർക്കും പറ്റിയിട്ടില്ല. എനിക്കുള്ള ആദ്യമായിട്ടാണ് ഒരു ലെഫ്റ്റ് ഹാൻഡഡ് സേവാഗായിട്ട് അഭിഷേക് വന്നിരിക്കുന്നത്. അതാലോചിച്ചാണ് താങ്കളോടുള്ള ആ ഒരു പേഴ്സണൽ ടോക്ക് ഞാൻ പറയാനുള്ള റീസൺ. ബോളേഴ്സിന് സേവാഗിന് ബോൾ ചെയ്യാൻ പേടിയായിരുന്നു. അതേ സിറ്റുവേഷൻ ആണ് ഇപ്പൊ അഭിഷേകും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ബോളേഴ്സിന് അദ്ദേഹത്തെ ബോൾ ചെയ്യുന്ന ബോളേഴ്സിന് ഉള്ളിൽ നിന്ന് ഭയങ്കര, കാരണം എവിടെ ബോൾ ചെയ്താലും അഭിഷേകിന്റെ എന്താ പറയുക സ്ട്രോക്ക് പ്ലേ, അതിനെ കുറിച്ച് യാതൊരു സംശയം വേണ്ട. അദ്ദേഹം ഒരു ഗുഡ് ലെഗ് ആയാൽ ഹിറ്റ് യു ഫോർ 4, ഷോർട്ട് ആയാലും ഹിറ്റ് യു ഫോർ 6.
അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആണ് അഭിഷേക് ഇട്ടിരിക്കുന്നത്. അതാലോചിച്ചിട്ടാണ്. സേവാഗ് ഇതേ സ്റ്റൈലായിരുന്നു. വൺഡേക്ക് അത് ODI വേൾഡ് കപ്പ് ആയിരുന്നു. T20 വേൾഡ് കപ്പിൽ അത് തന്നെ ഫസ്റ്റ് ബോൾ തന്നെ അദ്ദേഹം ഈ ബൗണ്ടറിയിലേക്ക് ഡിസ്പാച്ച് ചെയ്യുക എന്നുള്ളത് ടീമിനും ആത്മവിശ്വാസവും ബോളിംഗ് സൈഡിന് വളരെയധികം ഒരു ഡിമോറലൈസ്ഡ് ആവുന്നതും ആ ഒരു ഇഫക്റ്റ് തീർച്ചയായിട്ടും ഈ ടൂർണമെന്റിൽ അഭിഷേകിൽ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ടെന്നാണ് ഞാൻ ഇത് പറയാനുള്ള കാരണം. എന്തായാലും താങ്ക് യു സോ മച്ച് ഡോക്ടർ അജിത് കുമാർ. ഒപ്പം പ്രശാന്ത് അലക്സാണ്ടർ. ഞാൻ മിന്നുമണിയിലേക്ക് കൂടി ഒന്ന് മടങ്ങിപ്പോവാണ്. മിന്നു, ഈ മത്സരം തുടങ്ങുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചോട്ടെ. ഈ ഇപ്പോഴത്തെ ടീമിൽ വ്യക്തിപരമായ സൗഹൃദമുള്ള താരങ്ങളുണ്ടോ ഇന്ത്യൻ മെൻസ് ടീമിൽ? അങ്ങനെ വ്യക്തിപരമായിട്ടുള്ളൊരു സൗഹൃദം എന്ന് പറയാനൊന്നുമില്ല. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യമായിരുന്നു നമ്മുടെ സൂര്യകുമാർ സാറിനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ബാംഗ്ലൂർ വെച്ച് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ കുറച്ച് ദിവസം പ്രാക്ടീസിനിടയിലും വർക്കൗട്ടിനിടയിലും ഒക്കെ നമ്മൾ കാണുകയും സംസാരിക്കുകയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നമ്മളിൽ ഒരാളായിട്ട് വന്ന് നമ്മളോട് നിന്ന് സംസാരിച്ച് ഇടപെട്ട ഒരു വ്യക്തിയാണ് സൂര്യകുമാർ സാറ്. അങ്ങനെയുള്ളൊരു സൗഹൃദം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. വേറെ ആരുമായിട്ട് അങ്ങനെ അത്രയ്ക്കും സൂര്യകുമാർ സാറിന്റെ പോലെ വേറെ ആരുമായിട്ട് അങ്ങനെ ഒരു അടുത്ത് ഇടപെടാനുള്ളൊരു അവസരം കിട്ടിയിട്ടില്ല. ഓക്കെ, കുഴപ്പമില്ല. എന്നാലും നമുക്ക് ഇത് ന്യൂസ് 18 കൂടെ തന്നെ ആശംസ നമുക്ക് നേരാം. ഇന്ത്യൻ A ടീമിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള മിന്നു മണിക്ക് എന്താണ് ഇന്ത്യൻ മെൻസ് ടീമിന് ഏഷ്യ കപ്പ് ഫൈനൽ ഇറങ്ങാൻ പോകുന്ന അത് ഇറങ്ങാൻ പോവാണ് അവരോട് ആശംസയായിട്ട് അറിയിക്കാൻ പോകുന്നത്? ഓൾ ദ വെരി ബെസ്റ്റ്. നമ്മളെല്ലാവരും വളരെ എക്സൈറ്റ്മെന്റോടു കൂടി കളി കാണാൻ ഇരിക്കും. തീർച്ചയായിട്ടും ഇതുവരെയുള്ള കളികളിലെല്ലാം നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു ടീം കാഴ്ചവെച്ചത്. ഇന്നത്തെ ഈ ഒരു ഫൈനലിൽ കൂടി നല്ല രീതിയിലുള്ള പെർഫോമൻസ് എല്ലാം ചെയ്യാൻ സാധിക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും വിഷസ് ഉണ്ടാവും. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് മിന്നുമണി, വിനു മോഹൻ, പ്രശാന്ത് അലക്സാണ്ടർ, ഡോക്ടർ എൻ അജിത് കുമാർ, സോണി ചെറുവത്തൂർ, അഭിലാഷ് പിള്ള ഇവരാണ് നമ്മോടൊപ്പം തത്സമയം ചേർന്നത്. എന്നാലും ഇന്ത്യ പാകിസ്ഥാൻ ഏഷ്യ കപ്പ് ഫൈനലിന് അരങ്ങൊണ്ടരാൻ പോകുന്നു. ടോസിന്റെ ആനുകൂല്യം ഇന്ത്യക്കാണ്. ടോസ് നേടി ഇന്ത്യ ആദ്യം പാകിസ്ഥാനെ ബാറ്റിംഗിന് അയച്ചു. ഇന്ത്യൻ ടീമിൽ മാറ്റമുണ്ട്. അത് ഹാർദിക് പാണ്ഡ്യ ഇല്ല, റിങ്കു സിംഗ് ടീമിലേക്ക് എത്തിയെന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ശിവൻ ദുബെയും ഇന്ത്യൻ സംഘത്തിലുണ്ട്. ജസ്പ്രീത് ബുംറ മടങ്ങിയെത്തുകയും ചെയ്തു. കാത്തിരിക്കാം ഇന്ത്യയുടെ മറ്റൊരു ഏഷ്യ കപ്പ് ജയത്തിനായി. നന്ദി.